പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നിയിൽ നിങ്ങൾ ഇന്ന് പ്രത്യേകം സന്തോഷത്തോടെ പങ്കുചേരാൻ പോവുകയാണ്. കുറേ ദിവസങ്ങളായി നിങ്ങൾക്ക് വട്ടായച്ചനെ കാണാത്തതിന് സങ്കടമുണ്ട്. എന്നാൽ അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം അനോയിൻറ്റി ഫയർ കാത്തലിക് മിനിസ്ട്രിയുടെയും PDM പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി ASJM അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കായി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരാൻ പറ്റിയിട്ടില്ല. എന്നാൽ നിങ്ങളോടുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും എല്ലാം അകമ്പൊഴിഞ്ഞ അച്ഛനുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടോ ആവോ എനിക്കറിയത്തില്ല. ഞാനൊന്ന് ചോദിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും നമ്മളൊരു ഒരുമിച്ച് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടായിരുന്നു. നിങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ടോ ആവോ? ഉറപ്പായിട്ട് അച്ഛാ, എനിക്ക് നല്ല വിശ്വാസമാണ് ഇവർ പ്രാർത്ഥിക്കുക അച്ഛാ. ഉറപ്പാണ്, എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങൾ ഇനിയും തുടരണം. അത് അതിശക്തമായ പ്രാർത്ഥനയാണ്. അത് അച്ഛന് ഒത്തിരിയേറെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയെല്ലാം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ തുടരണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. ബഹുമാനപ്പെട്ട സാംസണച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ബിനോയിച്ചൻ്റെ വലിയ ആത്മീയ കൂട്ടായ്മയെന്നുണ്ട്. അച്ഛനൊന്ന് PDM ഒരു അത്യാവശ്യ കാര്യത്തിന് PDM പ്രദേശത്തിൻ്റെ കൂടെയാണ്. അതുപോലെ ഇവിടെയുള്ള മറ്റ് ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ് എല്ലാവരുടെയും കൂട്ടായ്മയും പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഒരു അഭിഷേകാഗ്നി ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാ ശനിയാഴ്ചകളിലും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥന, ഉപവാസം, അവരുടെ പരിത്യാഗ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ്. ആ കാര്യം സാംസച്ചൻ എപ്പോഴും പറയണം, ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് വലിയ സപ്പോർട്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥന വലിയൊരു പിൻബലമാണ്. ഈ സമയത്ത് ഇന്ന് ഒരുമിച്ചാണ് സാംസച്ചൻ ഇന്ന് ശുശ്രൂഷ സമയം മുഴുവൻ സമയമുണ്ട്. അച്ഛന് വേറെ ഏകദിന ശുശ്രൂഷയും പ്രാർത്ഥനയൊക്കെ പല കാര്യങ്ങളുള്ള അച്ഛനാണ്. എന്നാലും ശരി, അഭിഷേക് റെക്കോർഡിങ്ങിന് ഞാൻ ഇന്ന് എൻ്റെ കൂടെ മുഴുവൻ സമയം നിൽക്കാൻ വേണ്ടി അച്ഛൻ തയ്യാറെടുത്ത് ഇന്നതൊക്കെ സമയം ക്രമീകരിച്ചിരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥന പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നല്ല ഈശോയെ, നല്ല ഈശോയെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ബാലിക ബാലന്മാരെയും എല്ലാ ബാലിക ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈശോയെ, കുടുംബങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. സങ്കടങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈശോയെ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അങ്ങ് സന്ദർശിക്കണമേ. ഈശോയെ, ശതാധിപന്റെ ഭവനത്തിലേക്ക് അപേക്ഷ സ്വീകരിച്ചു വന്ന കർത്താവേ, അങ്ങ് ഇന്ന് ഈ കുടുംബങ്ങളിൽ വരണമേ. അങ്ങയുടെ അത്ഭുതങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് ശതാധിപനോട് പറഞ്ഞ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് വരണമേ. അങ്ങയുടെ വചനം അയക്കണമേ. പ്രാർത്ഥനകളുടെ തടസ്സങ്ങൾ മാറ്റണമേ.
വിശ്വാസത്തിനുള്ള തടസ്സങ്ങൾ മാറ്റണമേ. വിശ്വാസത്തിനുള്ള തടസ്സങ്ങൾ മാറ്റണമേ. ദുഃഖഭാരങ്ങൾ ഏറ്റെടുക്കണമേ. ദുഃഖഭാരങ്ങൾ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. എല്ലാ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്ന കർത്താവേ, രോഗികളായ ദൈവമക്കളെ സമർപ്പിക്കുന്നു, കടബാധിതയുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ ദുഃഖഭാരങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സങ്കടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തീരുമാനം എടുക്കാനായിട്ട് വിഷമിക്കുന്നവരുടെ ഹൃദയഭാരങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ജോലിയില്ലാത്തവരുടെ വേദന സമർപ്പിക്കുന്ന കർത്താവേ. ഓ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ഇപ്പോൾ ഇടപെടണമേ, ഇപ്പോൾ അങ്ങയുടെ കൃപ നൽകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് പിതാവായ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. എന്റെ പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, എന്റെ പിതാവേ, ആബാ എന്റെ അപ്പാ, ആബാ പിതാവേ, അപ്പാ. ആബാ പിതാവേ, പിതാവേ, ഹൃദയ ഭാരങ്ങളെല്ലാം സമർപ്പിച്ച് വലിയ ആഗ്രഹത്തോടെ ആബാ പിതാവേ, അപ്പാ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഞങ്ങൾക്ക് വേണ്ടി പിതാവേ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ രക്ഷകനായ യേശു കർത്താവിനോട് ചേർന്ന് യേശുവിൻ്റെ കൈകളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളുടെ എളിയ വിലാപങ്ങൾ സമർപ്പിക്കുകയാണ്. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികളുടെ കണ്ണുനീര് ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുകയാണ്. ഓ ദൈവമേ, ഒരുപാട് കാലങ്ങളായി കുടുംബ കലഹങ്ങൾ, വഴക്ക്, ദമ്പതികൾ തമ്മിൽ യോജിപ്പില്ലായ്മ, കുടുംബ തകർച്ച, ഓ പിതാവേ, തലമുറകളായുള്ള വിനാശങ്ങൾ, വംശങ്ങളുടെ അധപതനങ്ങൾ, മദ്യപാനത്തിന്റെ ആധിപത്യങ്ങൾ, കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ സമർപ്പിക്കുന്നു. എന്റെ പിതാവേ, തകർന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, പാപത്തിന് അടിമപ്പെട്ട ആത്മാക്കളെ സമർപ്പിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു, സ്നേഹം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു, വെറുപ്പും വൈരാഗ്യം കൊണ്ട് പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നത് സമർപ്പിക്കുന്നു. പിതാവ് ഇടപെടണമേ, ഇടപെടണമേ. എല്ലാവരും കൈകൾ ഉയർത്തി പിതാവിന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ കൂടെ എല്ലാ ഹൃദയഭാരങ്ങളും സമർപ്പിച്ച് പിതാവിനെ ഈശോയോടൊപ്പം നമ്മൾ വിളിക്കുകയാണ്. അപ്പാ, സ്വാതന്ത്ര്യത്തോടെ വിളിക്കുക, സ്വാതന്ത്ര്യത്തോടെ വിളിക്കുക. കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ഉച്ചത്തിൽ വിളിക്കുന്നു, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, 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 ആബാ പിതാവേ, പിതാവേ.
പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തരെ കൊണ്ട് പ്രാർത്ഥിക്കണമേ. സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ പ്രത്യേകം വരസിദ്ധിച്ച പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. ഒരുപാട് കാലമായി, ഒരു മാസത്തിലധികമായി അഭിഷേകനിക്ക് വരാൻ സാധിച്ചില്ല. തടസ്സങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട സാംസർജൻ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി തിരക്കുകൾ അങ്ങോട്ട് വന്നു. കോവിഡുകളാണെങ്കിൽ ഇവിടെ തിരക്കിന് ഒരു കുറവില്ല. രാവിലെ എഴുന്നേറ്റാൽ രാത്രിയാണെന്ന് പിടീന്ന് പറഞ്ഞ് രാത്രിയാവും. അതേപോലെ ഒന്നിനും സമയമില്ലാത്ത പോലെ ഉള്ള അവസ്ഥയായി. അതുകൊണ്ട് എന്തായാലും ബിനോയച്ചൻ ഒരുപാട് ഉദാര മനസ്സോടെ ബിനോയച്ചൻ്റെ ഒരു സഹകരണം, ഒരു സ്നേഹം, അതാണ് അഭിഷേകത്തിന് ശുശ്രൂഷയിൽ അച്ഛൻ വരുമ്പോൾ നമുക്ക് കർത്താവ് തരുന്നത്. അച്ഛൻ്റെ ആ കൂട്ടായ്മ ദൈവത്തിന് നന്ദി പറയുന്നു. സാംസൺ അച്ഛൻ്റെ ഉദാരമായ സ്നേഹം ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ സഖിയോൻ ധ്യാനകേന്ദ്രത്തിലെ ജോസച്ചൻ, അതുപോലെ നമ്മുടെ ആൻ്റണി നെടുമ്പുറത്തിലച്ഛൻ, ഇവിടെയുള്ള ജോസഫച്ചൻ, പിന്നെ ക്രിസ്റ്റോ തേക്കാനത്തച്ഛൻ, ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛന്മാരെ കർത്താവ് അട്ടപ്പാടി നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് നിങ്ങൾ അട്ടപ്പാടി വരുമ്പോൾ ഒരുപക്ഷെ എന്നെ കാണാൻ സാധിച്ചില്ലെങ്കിലും, അതുകൊണ്ട് ചിലപ്പോൾ ബിനോയിച്ചിനൊക്കെ തിരക്കാണ്, PDMലാണ്, കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇവിടെ വേറെ അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് കണ്ട് പ്രാർത്ഥിച്ച് എന്തായാലും ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മ അനുഭവിക്കാൻ കർത്താവ് അട്ടപ്പാടിയിൽ ഈ കാലഘട്ടത്തിൽ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഈ എല്ലാ വൈദികരെയും അതുപോലെ ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, ഇവരെല്ലാം ഓർത്ത് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകനിൽ ഒരുപാട് സഹായിക്കുന്ന സിസ്റ്ററാണ് സിസ്റ്റർ ബെനീറ്റ CMC. അതുപോലെ ഇവിടെയുള്ള മറ്റ് സിസ്റ്റർമാരോടൊപ്പം, പക്ഷേ ബെനീറ്റ സിസ്റ്റർ ഒത്തിരി കാലമായിട്ട് അഭിഷേകനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വർഷത്തിൽ 2021 ആദ്യത്തെ ഒരു അഭിഷേകന് ശുശ്രൂഷ എന്ന നിലയ്ക്ക് ഇന്ന് നിങ്ങളോട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ചോദിച്ചപ്പോൾ എനിക്ക് നൽകിയത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുലിഖിതമാണ്. ലൂക്ക 8:12. ഇത് നമ്മൾ ചിന്തിക്കുന്ന വചനം മോഷ്ടിക്കുന്ന പിശാച്. മോഷ്ടിക്കുന്ന പിശാച്. എന്താണ് പിശാച് മോഷ്ടിക്കാൻ വേണ്ടി നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ് നിത്യജീവൻ, യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. 2, പിതാവ് ദൈവം നമ്മൾ വലിയൊരു ഗിഫ്റ്റാണ് വിശ്വാസം. ദൈവം നമുക്ക് നൽകിയ വലിയൊരു ഗിഫ്റ്റാണ് വിശുദ്ധി. ദൈവം നൽകിയിരുന്ന വലിയൊരു ഗിഫ്റ്റാണ് സമാധാനം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് സാത്താൻ നോട്ടമിട്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുലിഖിതത്തിൽ കർത്താവ് തന്നെ പഠിപ്പിക്കുന്നത്. ഇത് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പഠിപ്പിച്ച ഒരു പ്രബോധനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു, വചനം എടുത്ത് മാറ്റുന്നു, വചനം എടുത്തുകൊണ്ട് പോകുന്നു. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആരാണ് വചനം വിതയ്ക്കുന്നത്? ഈശോ തന്നെയാണ് നമുക്ക് വചനം അയച്ചു തരുന്നത്. വചനം പ്രഘോഷിക്കുന്നത് വട്ടായിലച്ചനോ ബിനോയ് അച്ഛനോ വേറെ വചന പ്രഘോഷകരോ, കർത്താവ് അംഗീകരിച്ചതനുസരിച്ച് ഒട്ടനവധി വചന പ്രഘോഷകർ കർത്താവിൻ്റെ ഉപകരണമായി നിൽക്കുന്നു. കർത്താവ് അവരിലൂടെ വചനം വിതച്ചുകൊണ്ടേയിരിക്കുന്നു. നാം അത് ശ്രവിക്കുന്നു, നമ്മുടെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കുന്നു, അത് ഹൃദയത്തിൽ ഇരിക്കുകയാണ് കേട്ട വചനം. എന്നാൽ അതിനെ തുടർന്ന് കർത്താവ് മറ്റൊരു പ്രബോധനം നൽകുകയാണ്. ഈ വചനം കേട്ട് ഹൃദയത്തിലേക്ക് വചനം സ്വീകരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ വചനത്തെ വിശ്വസിക്കുകയോ ഈ വചനം വഴി രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് പ്രവർത്തിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വചനം നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പ്രവർത്തിക്കും. ഈ വചനം വഴി നമ്മൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പിശാച് പ്രവർത്തിക്കും. ഇന്ന്
ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സോഷ്യൽ മീഡിയ മാത്രമല്ല, ടെലിവിഷൻ ചാനലുകൾ, പത്രമാധ്യമങ്ങൾ, വാർത്താമാധ്യമങ്ങൾ, ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ, വാർത്തകൾ, സംഭവങ്ങൾ, വിധിന്യായങ്ങൾ എല്ലാം, സിനിമകൾ, നമ്മുടെ കുടുംബത്തിലുള്ള സംസാരങ്ങൾ, ബന്ധുമിത്രാദികൾ സന്ദർശനങ്ങൾ, നമ്മൾ മരിച്ചടക്കിന് പോയപ്പോൾ കേട്ടത്, നമ്മൾ കല്യാണത്തിന് പോയപ്പോൾ കേട്ടത്, പാർട്ടിക്ക് പോയപ്പോൾ കേട്ടത്, മീറ്റിങ്ങിൽ പോയപ്പോൾ കേട്ടത്, മീറ്റിങ്ങുകളിൽ കേട്ടത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിത്യജീവൻ്റെ അഭിഷേകം കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ രക്ഷിക്കാനുള്ള വചനത്തെ കർത്താവ് അയച്ചിട്ടുണ്ടെങ്കിൽ, ആ വചനം വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ അടുത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വിശ്വാസം നശിപ്പിക്കുന്ന, നമുക്ക് കാണാൻ, കേൾക്കാൻ, ചിന്തിക്കാൻ പറ്റാത്ത വിധമുള്ള കാര്യങ്ങൾ സിനിമകളിലും പത്രമാധ്യമങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഇതിലൂടെ അന്ധകാര ശക്തികൾ ചെയ്യുന്ന വളരെ വലിയൊരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയ നിത്യജീവൻ്റെ വചനം അവിടെ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി സാത്താൻ പ്രവർത്തിക്കുക. ലൂക്കായുടെ സുവിശേഷം 8-12 വാക്യം, ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇന്ന് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ധാരാളം വചനപ്രഘോഷണങ്ങൾ നടന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം നമ്മുടെ ഈ തലമുറയിൽ കർത്താവ് വചനം നൽകി. അതോടൊപ്പം തന്നെ സാത്താനും അതുപോലെ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഈ വചനത്തെ എടുത്തു കളയാൻ, ഈ വചനത്തെ അവിശ്വസിക്കാനുള്ള പ്രബോധനങ്ങളും ഈ വചനങ്ങൾ അവിശ്വസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റിലും ഒരുക്കും. ഇത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ പക്വതയോടെ നിൽക്കണം. ഇതിൻ്റെ നടുവിൽ നിന്ന് വിശ്വാസത്തിൽ വളരണം. ഇതിൻ്റെ നടുവിൽ നിന്ന് വചനത്തെ മുറുകെ പിടിക്കണം. അത് വിശ്വസിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യണമെന്നതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം. സാത്താൻ്റെ ആഗ്രഹമോ അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യരുത് എന്നാണ് സാത്താൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പിശാച് പ്രവർത്തിക്കുന്നു. അതിന് അവൻ്റെ കയ്യിൽ അവൻ്റെ ഉപകരണങ്ങളുണ്ട്, അവൻ്റെ ആളുകളുണ്ട്. അവർ പ്രവർത്തിക്കും, അവർ പറയും, അവർ ദുഷിക്കും. ധ്യാനകേന്ദ്രങ്ങളെ ദുഷിക്കും, ശുശ്രൂഷകരെ ദുഷിക്കും, ശുശ്രൂഷകളെ ദുഷിക്കും, അതിനെ ബ്രാൻഡ് ചെയ്യും, അതിനെ പല വിധത്തിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി അത് ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വചനത്തിൽ ഉറച്ച്, കേട്ട വചനങ്ങൾ ദൈവം നമുക്ക് തന്നത് അത് വിശ്വസിക്കാനും അതുവഴി നാം രക്ഷ പ്രാപിക്കാനും വേണ്ടിയാണ്. ഒരു വ്യക്തി വചനം സ്വീകരിച്ചാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന, ആ വചനം വഴി ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ച് വിവിധ വചനങ്ങളിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഹെബ്രായ ലേഖനം 6-7 വാക്യം, കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഒരു വ്യക്തി വചനം കേട്ട് ആ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ വചനം അനുസരിച്ച് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ ഭൂമി, ആ മനുഷ്യൻ, ആ ജീവിതം, ആ ആത്മാവ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ദൈവം നമുക്കായി വർഷിക്കുന്ന നല്ല ദാനങ്ങൾ അവിടെ പുഷ്ടിയോടെ വളരും. അനുഗ്രഹം പ്രാപിക്കുന്ന ജീവിതം. വേറൊരു വാക്കി പറഞ്ഞാൽ, ദൈവവചനം കേട്ട് ദൈവവചനത്തിനുവേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത് ദൈവവചനം സ്വീകരിച്ച് ദൈവവചനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചാൽ ആ ജീവിതം ധന്യ ജീവിതം, അനുഗ്രഹീതമായ ജീവിതമായി മാറും. അനുഗ്രഹീതൻ എന്ന അവസ്ഥയിലേക്ക് ദൈവവചനം നമ്മളെ ഉയർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം തകർന്നൊരു ജീവിതമായിരുന്നു. ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ, ഈ ലോകത്തിൻ്റെ വഴികൾ, ഈ ലോകത്തിൻ്റെ അവസ്ഥ എല്ലാം അന്ന് ആധിപത്യം പുലർത്തി. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഈ ലോക സുഖഭോഗങ്ങളും ഈ ലോകമോഹങ്ങളും ഈ ലോകത്തിൻ്റെ എല്ലാ അവസ്ഥകളും ചിന്താഗതികളും യുക്തിചിന്തകളെല്ലാം അദ്ദേഹത്തെ മൂടിക്കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു വചനം കേൾക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വചനം അയച്ചു. റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 12-ഉം 13-ഉം തിരുലിഖിതങ്ങൾ. ഈ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. ഇതാ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അഭിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഈ വചനം വിശുദ്ധ അഗസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. ഒരു ലൗകിക മനുഷ്യനായ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഉള്ളിലേക്ക് വചനങ്ങൾ കടന്നു ചെന്നു. ചെറുപ്പക്കാരനായ അഗസ്റ്റിൻ, പാപബന്ധനത്തിൽ അകപ്പെട്ട് കിടന്നിരുന്ന അഗസ്റ്റിൻ, ഈ വചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ഈ വചനം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. അദ്ദേഹം ഒരു മഹാവിശുദ്ധി കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന് പ്രിയങ്കരമായൊരു ജീവിതമായി മാറി. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നതിനാൽ പിൽക്കാലത്ത് അദ്ദേഹം പട്ടണങ്ങളിലൊക്കെ നടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രസൻസിലായിരിക്കുമ്പോൾ പാപികൾ അനുതാപം കൊണ്ട് നിറഞ്ഞ് അനുതാപ കണ്ണുനീരിൽ കുതിരുന്ന അനുഭവങ്ങൾ കർത്താവ് പ്രദാനം ചെയ്തിരുന്നതായി അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗസ്റ്റിൻ്റെ ജീവിതം അനുഗ്രഹിക്കുന്ന എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്നും സെൻറ്റ് അഗസ്റ്റിൻ വഴി ലോകം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും സെൻറ്റ് അഗസ്റ്റിൻ വഴി ഒരുപാട് ആത്മാക്കൾ, അനേകം ആത്മാക്കൾ മാനസാന്തരത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും തീഷ്ണതയിലേക്കും ദൈവരാജ്യ ശുശ്രൂഷകളിലേക്കും വന്നുകൊണ്ടേയിരിക്കുകയാണ്. വചനം കേട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ആ ജീവിതം അനുഗ്രഹമായി. അതാണ് ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ എന്ന് പറഞ്ഞാൽ വചനം ആർക്ക് വേണ്ടി വിതയ്ക്കപ്പെടുന്നുവോ അവരുടെ പ്രയോജന സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി, ദൈവമഹത്വത്തിനായി മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭൂമി, ആത്മാവ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് എന്നുമെന്നും നീതി സൂര്യനായി പ്രകാശിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം, സെൻറ്റ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 21. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവീൻ. വചനത്തിന് മറ്റൊരു മേഖല പറയുകയാണ്, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. അയക്കപ്പെട്ട വചനം, അതാണ് നമ്മുടെ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പാരീസ് സർവകലാശാലയിൽ മുടിചൂടാമാനുള്ള വലിയ സ്ഥാനത്ത് വലിയ പ്രതാപശാലിയായി നല്ല വിധ കരിയർ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രൊഫസറായി അവിടെ നല്ല ഒരു അധ്യാപകനായി എല്ലാവരുടെ മുമ്പിൽ പ്രിയപ്പെട്ടവനായി വിരാജിക്കുകയാണ്. സുഖലോലുപതി മുഴുങ്ങിയിരിക്കുകയാണ്. സേവ്യർ കൊട്ടാരത്തിൽ ജനിച്ച് സമ്പന്നൻ്റെ മകനായി വളർന്ന് വലിയ പ്രഭുവിൻ്റെ മകനായി ജീവിച്ച് അങ്ങനെ അദ്ദേഹം ലോകത്തിൽ വലിയ മാന്യനും എല്ലാവർക്കും പ്രിയങ്കരനുമായി അങ്ങനെ ലോക സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ആത്മനാശത്തിൻ്റെ വഴിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം അത് അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, ആന്തരിക നേത്രങ്ങൾ മൂടപ്പെട്ടു പോയി. അദ്ദേഹം കാണാൻ പറ്റുന്നില്ല. ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ലോകത്തിൻ്റെ സന്തോഷം മാത്രമേ സന്തോഷമായി തോന്നുന്നുള്ളൂ. ദൈവിക കാര്യങ്ങൾ ടേസ്റ്റേ തോന്നുന്നില്ല. ദൈവിക കാര്യങ്ങൾ സന്തോഷം ഒട്ടും ഒരു അഭിരുചി തോന്നുന്നില്ല. പ്രാർത്ഥനയ്ക്ക് താല്പര്യം തോന്നുന്നില്ല. വിശ്വാസം തോന്നുന്നില്ല. ദൈവത്തോട് തുറവി തോന്നുന്നില്ല. പള്ളിക്കാര്യങ്ങളൊക്കെ വിരസതയാണ്, ഇറിറ്റേഷൻ, അലർജി പോലെ അങ്ങനെ ആത്മീയ കാര്യങ്ങൾ. ആ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം, അതിലൊന്നും ചേരില്ല. അപ്പനോ അമ്മയോ പറഞ്ഞാൽ അവർ അങ്ങനെയൊന്നും ചേരാതെ ലോകപ്രകാരം ജീവിച്ചു വരികയാണ്. അപ്പോഴാണ് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു ദാസൻ കർത്താവിൻ്റെ ഒരു ഉപകരണം വഴി കർത്താവ് വചനം അയച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുലിഖിതം, ഫ്രാൻസിസ് ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ഈ ഒരു വചനം ഫ്രാൻസിസിൻ്റെ ആത്മാവിലേക്ക് പാകി. ഫ്രാൻസിസ് സേവ്യർ അത് കേട്ട് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ നോക്കുന്നുണ്ട്, പോകുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേര് പാകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥത കൊണ്ട് മൂടി. അദ്ദേഹം വീണ്ടും വചനം കേൾക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു. അദ്ദേഹം ഒരു മഹാ മിഷണറിയായി. ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും
ഫ്രാൻസിസ് സേവ്യർ അനേകം ആത്മാക്കളെ വിശുദ്ധിയിലേക്കും ദൈവകൃപയിലേക്കും സ്നേഹത്തിലേക്കും ഉയർത്തുന്ന കർത്താവിൻ്റെ ഒളിമങ്ങാത്ത നക്ഷത്രമായി, എന്നുമെന്നും പ്രശോഭിക്കുന്ന നക്ഷത്രമായി കർത്താവിൻ്റെ സന്നിധിയിലാണ്. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ദൈവവചനം. ഈ ദൈവവചനം ഇത്രയും കഴിവുള്ളതുകൊണ്ടാണ് സാത്താൻ വിരളി പിടിക്കുകയാണ്. വചനം പ്രഘോഷിക്കുന്നവരെ കാണുമ്പോൾ അവരെന്തെങ്കിലും വിധത്തിൽ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള തിന്മയും അവരുടെ മേൽ ആരോപിച്ച് അവരെ എന്താ പറയണത്, ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെ ഉച്ഛിഷ്ടം പോലെയും ആക്കി തീർക്കുന്ന ആ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അതേ സ്വഭാവം തന്നെ ഇന്നും സാത്താൻ ഓരോരുത്തരിലൂടെ നിവർത്തിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള ശുശ്രൂഷ കേന്ദ്രങ്ങളെ അവഹേളിക്കുക, ശുശ്രൂഷകളെ അവഹേളിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാം നടുവിൽ സമചിത്തതയോടും സംയമനത്തോടും കൂടെ അവധാനപൂർവ്വം വചനത്തെ മുറുകെ പിടിക്കുക. ആരോടും യുദ്ധത്തിനോ കലാപത്തിനോ വഴക്കിനോ പോകണ്ട. അതെല്ലാം ദൈവമാണ് ക്രമപ്പെടുത്തേണ്ടത്. ദൈവം അനുവദിച്ച കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നൊടിയുടെ കൊണ്ട് ദൈവത്തിനെല്ലാം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരോടല്ല യുദ്ധത്തിന് പോകേണ്ടത്. നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ സാത്താനുമായി യുദ്ധത്തിൽ വിജയിക്കാൻ നാം എളിമയോടും അതീവമായ ദൈവകൃപയോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പാകിയിരിക്കുന്ന വചനത്തെ മുറുകെ പിടിക്കുക. വചനം സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നോക്കുക. ഈ തിക്കിന് തിരക്കിനിടയിൽപ്പെട്ട് ദൈവവചനം വിശ്വസിക്കാനുള്ള തുറവി നഷ്ടപ്പെടും, വചനത്തോടുള്ള താല്പര്യം നഷ്ടപ്പെടും. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി പാകപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ സാത്താൻ എടുത്ത് പറിച്ചു കളയും. അവനവൻ്റെ ഹൃദയത്തിൽ പാകിയിരിക്കുന്ന ദൈവവചനത്തെ ഈ സങ്കീർണ കാലഘട്ടത്തിൽ കാത്തു സൂക്ഷിക്കണം. ഇത് കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 32-ാമത്തെ തിരുലിഖിതം, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. എന്താണ്? നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നത് വചനമാണ്, ദൈവവചനം. മദർ തെരേസ നല്ലൊരു പ്രൊഫസറായി, നല്ലൊരു ടീച്ചറായി, ഒരു ഭൂമിശാസ്ത്ര അധ്യാപികയായി പ്രവർത്തിക്കുകയാണ്. അപ്പോഴാണ് ഒരു വചനം മദർ തെരേസയുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വിതച്ചത്. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ആ വചനം ആ ഭൂമിശാസ്ത്ര അധ്യാപകയെ മാറ്റിമറിച്ചു. ആ കോൺവെൻറ്റ് വിട്ടിറങ്ങാനായിട്ട് ആ സിസ്റ്ററിന് വലിയ ശക്തമായ പ്രചോദനം ഉണ്ടായി. ആത്മാവിൻ്റെ പ്രേരണയാൽ മദർ തെരേസ, ആ സിസ്റ്ററായിരുന്ന സിസ്റ്റർ തെരേസ ആ കോൺവെൻറ്റ് വിട്ടിറങ്ങി. ആത്മാവ് പറഞ്ഞ വഴിയിലൂടെ നടന്നു, വചനം അനുസരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്കർഷം വരുത്തുന്ന വചനം പ്രവർത്തിച്ചു. സകല വിശുദ്ധരുടെയും ഇടയിൽ സ്ഥാനം നൽകുന്ന വചനം ആ ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തി മാറ്റിമറിച്ച്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-24 തിരുലിഖിതങ്ങൾ, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ഈ ശ്രവിക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. ഒരു വചനം വന്ന് അതിനെ സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ മാനസാന്തരപ്പെടുത്തിയാൽ ഈശോയും പിതാവും പരിശുദ്ധാത്മാവും പരിശുദ്ധ ത്രിത്വം വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മൂടപ്പെടും. അത്രയും ഉന്നതമായ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ, ദൈവം നമുക്ക് അയച്ചു തരുന്ന വചനങ്ങൾ. ഈ സമയത്ത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന സമയത്ത്, ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ സങ്കീർണത നിറഞ്ഞ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വചന ശുശ്രൂഷകളെക്കുറിച്ചും വചനത്തെക്കുറിച്ചെല്ലാം ഇത്രമാത്രം പലതരത്തിലുള്ള കൺഫ്യൂഷൻ വാരി വിതയ്ക്കപ്പെടുന്ന കാലം, ഇതിൻ്റെ ഇടയിൽ പാകപ്പെട്ട വചനങ്ങളും അങ്ങ് ഞങ്ങൾക്കൂടെ അയച്ചു തരുന്ന വചനങ്ങളും വചന ശുശ്രൂഷകളെല്ലാം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഹൃദയത്തറവിയോടെ അതിനുവേണ്ടി കാത്തിരിക്കാനും ഞങ്ങളുടെ മേൽ കൃപ തലരണമേ. നമുക്ക് ആരാധനയുടെ സന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
ഈ സമയം ഈശോയുടെ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇതാ കൂട്ടായ്മയിൽ അട്ടപ്പാടിയിൽ നിന്ന് ഈ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പിതാവേ, സ്വർഗീയ പിതാവേ, ഈ സങ്കീർണമായ സാഹചര്യത്തിൽ ഹൃദയങ്ങളിൽ പാകപ്പെട്ട വചനത്തെ കാത്തു സൂക്ഷിക്കാൻ സാത്താൻ വന്ന് ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന നിത്യമായ വിലയുള്ളത് വിശുദ്ധി, വിശ്വാസം, ദൈവവചനം, പ്രാർത്ഥന, രൂപി, ദൈവകൃപകൾ, നിത്യജീവൻ്റെ അഭിഷേകം, ഇതൊന്നും സാത്താൻ കവർന്നെടുക്കാതിരിക്കാൻ ഞങ്ങൾക്കുള്ള കിരീടത്തെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. ആരും നിന്റെ കിരീടം കവർന്നെടുക്കാതിരിക്കാൻ നീ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. ആരും നിന്റെ കിരീടം കവർന്നെടുക്കാതിരിക്കാൻ നീ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. 2 കരങ്ങൾ ഉയർത്താം. ആബാ പിതാവേ, ആബാ പിതാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ആത്മാവിലേക്ക് വരണമേ, സ്നേഹം കൊണ്ട് പൊതിയണമേ, എനിക്ക് ജാഗരൂകത നൽകണമേ, ഉണർവ് നൽകണമേ. ഉച്ചത്തിൽ വിളിക്കുന്നു, ആബാ 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 ആബാ. ഈ ആശീർവാദ സമയത്ത് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, Create